will carry you on my വൈറ്റ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡിയായി ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ പോണത് ഞാലക്കുടയിലുള്ള MCP കൺവെൻഷൻ സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 2-3 ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ. വീട്ടിലേക്കുള്ള ഞങ്ങളുടെ എല്ലാ ഐറ്റംസും ഒട്ടുമിക്ക ഐറ്റംസും എടുക്കാറുള്ളത് അഷ്ടമിശ്രയിലുള്ള ബിസ്മി എന്നാണ്. ഞാൻ വീഡിയോസിൽ കുറേ പ്രാവശ്യം ഞങ്ങളിങ്ങനെ ഷോപ്പിംഗ് ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിസ്മി ചേച്ചി ബിസ്മി ചേട്ടൻ എന്നാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പരസ്പരം പറയാറുള്ളത്. അപ്പോൾ അത് തന്നെ നിങ്ങളോടും പറയാണ്. ബിസ്മി ചേട്ടൻ്റെയും ബിസ്മി ചേച്ചിയുടെയും മകൻ്റെ കല്യാണമാണ്. ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം അറ്റൻഡ് ചെയ്ത് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളവിടെ നിന്ന് നേരെ പോയത് ചാലക്കുടിയിലുള്ള ഫണ്ടോറിലേക്കാണ്. സണ്ണിചേട്ടൻ മുമ്പ് ഗ്രേസിനെ കൊണ്ടുപോയിട്ടുണ്ട്, സ്റ്റീവനെ ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് അങ്ങനെ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാലക്കുടിക്ക് അങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഗ്രേസിന് മാത്രം കളിച്ചാൽ മതി, സ്റ്റീവനെ കളിക്കണ്ട, പോവാന്ന് പറഞ്ഞ് ഭയങ്കര വാശിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഗ്രേസ് അടിപൊളിയായിട്ട് അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി ഞാൻ കാപ്പി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അമ്മയ്ക്കുള്ള കാപ്പി. പിന്നെ എന്താ, പള്ളിയിൽ പോയിണ്ടായിരുന്നില്ല രാവിലെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. സ്റ്റീവിന് ചെറിയൊരു പനിക്കണ പോലെ ഉണ്ടായിരുന്നു, ഇന്നലെയൊക്കെ ആയിട്ട് ചെറിയൊരു പനി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എനിച്ചപ്പോൾ അങ്ങനെ ഒരു തോന്നി. അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പല്ലേ, അപ്പോൾ അതിന് ഞാൻ രാവിലെ പോയില്ല. ഞാൻ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി പോവാണ്, കാപ്പി വെച്ച് കൊടുത്തിട്ട് വേണം പോവാൻ. അങ്ങനെ അമ്മയ്ക്കുള്ള കാപ്പിക്കുള്ള പാലിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ചേട്ടനും ജാസ്മിനും പിള്ളേരെല്ലാവരും വരൂട്ടെന്ന് ഇവിടേക്ക്. രണ്ടാമത്തെ അനിയും പോയി, ഇന്നലെ പോയി തിരിച്ച് റിട്ടേൺ പോയി. അപ്പോൾ അവർ ഇന്ന് വരും ഇവിടെ താമസിക്കാൻ. അപ്പം ഞാൻ കുക്ക് ചെയ്തിട്ടില്ല, രാത്രിക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണേ. ഇന്നത് മാറില്ല എന്നൊന്നും അറിയില്ല. ഇതുവരെയുള്ള പ്ലാനിങ് അങ്ങനെയാണ്. ഇനി കിട്ടുമോയെന്ന് അറിയില്ല, കിട്ടുമെന്നാണ് പ്രതീക്ഷ. കാരണം ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് കട എങ്ങനെയാണെന്ന് അറിയില്ല. മന്തി അടിക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം നമുക്ക് വരും പോലെ കാണാം, വരും പോലെ നോക്കാം. അപ്പം അമ്മയ്ക്കുള്ള കാപ്പി റെഡി. അപ്പം ഇനി ഞാൻ റെഡി ആവട്ടെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിച്ചു. അപ്പം ഇന്നലെ ജാസ്മിനും ജസ്റ്റിനേട്ടനും പിന്നെന്താ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ അവരുടെ വീട്ടിൽ ചെറിയ പണികളൊക്കെ നടക്കണം. അപ്പോൾ അവരിവിടെ ആയിരിക്കും കുറച്ച് ദിവസം താമസിക്കാട്ടോ. അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി ബഹളവും ഒച്ചയും പിന്നെ പിള്ളേരെ കലപിലിയും ഉറക്കവും എല്ലാവരോടുള്ള ഉറക്കവും അങ്ങനെ അടിപൊളിയായിരുന്നു. വീഡിയോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ലായിരുന്നു. പിന്നെന്താ ഇപ്പം ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പള്ളിപ്പോയൊക്കെ വന്ന് ഫുഡൊക്കെ റെഡിയാക്കി അവരെ പിള്ളേരെ പറഞ്ഞയച്ച് അവരെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ ഗ്രേസിന് പോകാറാവണുള്ളൂ. പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അവർക്ക് ലഞ്ചിന് തന്നെ കൊടുത്തയച്ചേ ഇഡ്ഡലി പിന്നെ സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഞങ്ങൾ കഴിച്ചിട്ടില്ല, അവരിപ്പോൾ അവരെ അവിടെ ആക്കിയിട്ട് വരും, എന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. അങ്ങനെ ഒക്കെ വിശേഷങ്ങൾ. പിന്നെന്താ വലിയ കാര്യമായിട്ടുള്ള രാവിലത്തെ ഒരു തിക്കും തിരക്കത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ വീഡിയോ ഒന്നും പ്രത്യേകിച്ചൊന്നും എടുത്തില്ലായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കലപില ബഹളം മേളം അങ്ങനെ സ്കൂളിലേക്ക് പോവുക, ആ ഒരു ഇത് നല്ല രസമായിരുന്നു. സ്റ്റീവൻ ഗ്രേസാണെങ്കിൽ ഭയങ്കര ഹാപ്പി. ഇന്നലെ രാത്രി കിടക്കണ സമയത്താണെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കിടക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ്. എനിക്ക് പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കസിൻസൊക്കെ ഉണ്ടാവില്ല, അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്ത ഒരു ടൈം പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഇവർ കാണിക്കണം കണ്ടിട്ട്. എന്താടാ സ്റ്റീവ് കരയാണ്. അപ്പോൾ അതെ ഇപ്പോൾ വരെ. അങ്ങനെ സ്റ്റീവോട്ടിനോട് സമാധാനപ്പെടുത്തി ഇരുത്തി. അവന് 2 ദിവസം ചെറിയ രീതിയിലൊരു പനി കാണിച്ചായിരുന്നു, പല്ലിനൊരു ചെറിയ വേദന ഉണ്ടായിരുന്നു അവന്. അപ്പോൾ അതിൻ്റെയാണെന്നാണ് പറഞ്ഞ ഡോക്ടർ. അപ്പോൾ ഇപ്പോൾ വലിയ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ കുറച്ച് ദിവസത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഗ്യാപ്പ്, കുറച്ച് ദിവസം നമ്മൾ പ്ലേ സ്കൂളിൽ വിടാണ്ടുള്ള ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പരിപാടിയും ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ കുറച്ച് ദിവസം കുറേ മിസ്സിങ് ഒക്കെ നടന്നു ക്ലാസ്സിൽ പോകൽ. അപ്പോൾ അതാണിപ്പോൾ ചെറിയൊരു മടിയുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞൊരു വാശിയാണ്. നമ്മൾ തുടക്കത്തിൽ സ്കൂളിൽ വിട്ട ഒരു ടൈം പോലെ ആൾക്ക് ചെറിയ വാശിയും ഒക്കെ ഉണ്ട്.
വന്നാലും നമ്മളിനി അങ്ങനെ വാശി നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി അവനെ വേഗം കൊണ്ടാക്കണം. അങ്ങനെ പിള്ളേരൊക്കെ കൊണ്ടാക്കി ഇതേ ചേട്ടനും നാത്തൂനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങായിരുന്നു. അപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ ജാസ്മിൻ അടിച്ചു വാരിക്കോളം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്ത് പണികളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. രാവിലെ പള്ളി പണക്ക് മുമ്പ് എണീറ്റ് ചോറ് വെച്ചായിരുന്നു. പിന്നെ ഇഡ്ഡലി മാവ് ഞാൻ തിരിച്ച് പള്ളിയിൽ നിന്ന് വന്ന വഴിക്ക് ഞങ്ങളുടെ അവിടെ ഒരു ദോശമാവ് കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇടയ്ക്ക് നമുക്കൊരു എമർജൻസി നമ്മൾ ദോശമാവ് അരച്ചൊന്നും വെച്ചില്ലെങ്കിൽ അവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ദോശമാവ് മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ സാമ്പാറാണെങ്കിലും ഞാൻ പരിപ്പൊക്കെ വേവിച്ചിട്ട് പോയി. തിരിച്ച് വന്നപ്പോൾ വെജിറ്റബിൾസൊക്കെ ജാസ്മിൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്താണ് ഞങ്ങളുടെ പണികളൊക്കെ തീർത്തത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും തേങ്ങ ചമ്മന്തിയും സാമ്പാറും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയണത്. അങ്ങനെ പോയി കുറേ സമയം കഴിഞ്ഞിട്ടാ എന്താണ് സ്റ്റീവ് വന്നു പ്ലേ സ്കൂളിൽ നിന്ന്. എന്നിട്ട് വേണ്ടേ കൈ വിട്. നല്ല മഴ പെയ്യാനുള്ള മഴക്കാരുണ്ട് കേട്ടാ. സ്റ്റീവ് ഇപ്പൊ മഴ പെയ്യുന്നു തോന്നണേ. ഇന്ന് കുറച്ച് ദിവസം ജിമ്മിൽ പോയിട്ട് ഇന്ന് ജിമ്മിൽ പോകാൻ വിചാരിച്ച ദിവസമായിരുന്നു. അപ്പോഴേക്കും മഴ പെയ്യാൻ പോകും. പിന്നെ ഇന്നുണ്ടല്ലേ ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടാ. ഇപ്രാവശ്യം ഞാൻ ചക്ക നമ്മളെ വീട്ടിൽ അന്ന് ക്രിസ്മസിന് പോയി അന്ന് വീട്ടിലത്തെ ചക്ക ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് അച്ചാച്ചന്മാരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ചക്കയാണ്. വരിക്ക ചക്കയാണ് കേട്ടോ, നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അത് ആൻറ്റി എടുത്ത് തന്നു. ഞാനപ്പോൾ ചെറിയ ബാഗാണ് കൊണ്ടുപോയിട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ചെറുതും എന്നാണ് ചെറിയൊരു പീസ് അങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ വെച്ച് ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ചക്ക നമുക്ക് കിട്ടാത്തൊരു സീസണിൽ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഈ ചക്കയ്ക്ക് ആണെങ്കിൽ ഭയങ്കര വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം കയറിയ രസമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചക്ക എന്തായാലും ഇപ്പം മുറിക്കാൻ പറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചക്ക ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയൊക്കെ ആയിട്ട് മുറിക്കാം എന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചായിരുന്നതൊക്കെ ഒന്ന് എടുത്തു വെച്ച് ബാക്കി ചായ വെക്കണ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. സ്കൂൾ വിട്ട് എല്ലാവരും ഇപ്പോൾ എത്തും. അപ്പോഴേക്കും അങ്ങനെ കുറച്ച് കാര്യം ചെയ്ത് തീർത്തിട്ട് ജിമ്മിൽ പോകണം. കുറച്ച് ഗ്യാപ്പല്ല 1-2 ആഴ്ചത്തെ ഒരു ഗ്യാപ്പ് വന്നു. ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്ത് അപ്പോൾ ഞാൻ ചെയ്ത് തീർക്കാനുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്താണ് കേട്ടോ. നമ്മുടെ ഡോഗ്സിനുള്ള ഫുഡും ഒക്കെ റെഡിയാക്കണം. ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഡോഗിനുള്ളത്. അങ്ങനെ അപ്പം ഇനി വേഗം റെഡിയായി ഞാൻ പോട്ടെ കേട്ടോ. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep and abiding, liking for you is all I. ഇത് ഞാൻ ജിമ്മിൽ പോയ സമയത്ത് സനചാരൻ്റെ അടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചിക്കൻ സാലഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിസുചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതിനുള്ള ഒരു പണിയിലാണ്. ഇത് ചിക്കൻ വറക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി വെക്കുന്നതാണ്. പിന്നെ ചിക്കൻ സാലഡിനുള്ള ഐറ്റംസൊക്കെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകേണ്ട കാരണം പിന്നെ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ കൂടെ കാണുന്നതാണ്. ഇത് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി കൂടിയ സമയത്ത് അവൻ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. അന്ന് എന്തോ മിസ്സായിപ്പോയി, മറന്നു പോയിട്ട് പിറ്റേ ദിവസം ചെയ്യുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ നല്ലതായിരുന്നു കേട്ടോ. സിമ്പിളാണ് സംഭവം. ഞാൻ എൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. കാരണം സനയുടെ അങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ക്ലിപ്പുകളൊക്കെ എനിക്ക് വേണ്ടി ഇങ്ങനെ എടുത്തു വെച്ചു, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ അതേ ബ്രൊക്കോളിയും ക്യാരറ്റും ക്യാപ്സിക്കും ചിക്കനും, പിന്നെ ചിക്കൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മസാജിങ് ആണ്. സിമ്പിളാണ്, എന്നാൽ നല്ലതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അങ്ങനെ എരിവോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം വൈകാണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. കുറേ പേര് ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ഉണ്ടാക്കണ ആ സമയത്ത് കുറച്ച് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ അവൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ഞാൻ ആ സത്യം ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഫുഡ് അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാറൊന്നുമില്ലല്ലോ. അവൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. ബീഫൊക്കെ അടിപൊളിയാണ് കറി വയ്ക്കുന്നത്. ഇത് ചിക്കൻ ആണെങ്കിലും ആൾ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഇത് പിറ്റേ ദിവസമാണേ. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ എല്ലാവരും സ്കൂളിൽ വിടാനുള്ള പരിപാടികളാണ്. സ്റ്റീവോടൻ ചെറിയ കുഞ്ഞുവാശിയിലാണ്, ഉറക്കത്തിൻ്റെ ഒരു ഇതും പിന്നെ സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോൾ ഉള്ളൊരു വിഷമവും എല്ലാവരും ഉണ്ട്. ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി റെഡിയാക്കിയിട്ടുണ്ട്. പുട്ടിനുള്ളതൊക്കെ റെഡിയാക്കണേ ഉള്ളൂ. തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുട്ടിനൊക്കെ നനച്ചൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി. പിന്നെ പിള്ളേർക്ക് പുട്ടും കടലക്കറിയൊന്നും കൊടുക്കണില്ല, കാരണം പുട്ട് റെഡിയാക്കാൻ കുറച്ച് ലേറ്റാവും. ഇവർക്ക് സ്കൂളിൽ പോകേണ്ട ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ ചോറ് സ്കൂളിലേക്കുള്ള ഫുഡ് ഇപ്പോൾ അവരവിടെ എല്ലാവരും കൂടി നകത്ത് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോറും കടലക്കറിയും പപ്പടവും അങ്ങനെയൊക്കെ ആയിട്ട് ലഞ്ച് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചങ്ങനെ. പിന്നെ എല്ലാവരും റെഡിയായി അവരതേ അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. സ്റ്റീവ് ഒരു ചെറിയൊരു കുഞ്ഞു വാശിയിലാണ്. അപ്പോൾ അവനാണെങ്കിൽ കുറച്ച് ലേറ്റ് അവൻ്റെ ടൈം ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതാണ്, ഞാൻ തന്നെ എടുക്കണം എന്നുള്ള വാശി ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഞാൻ സ്പീഡിൽ ചെയ്യണ പോലെ സണ്ണിച്ചേട്ടൻ സ്പീഡിൽ ചെയ്യണില്ല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ട് പൊക്കോ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ കൂടുതൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ നോക്കി. പക്ഷേ ചില സമയത്തേ അമ്മ TV വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ കരച്ചിലും ബഹളമൊക്കെ വരുമ്പോൾ നമുക്കതൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറേയൊക്കെ. അങ്ങനെ എല്ലാവരുടെയും റെഡി ആവലൊക്കെ കഴിഞ്ഞു. ഇനി ഗ്രേസ് കുട്ടിയുടെ മുടിയൊന്നും കെട്ടിയിട്ടില്ല. ഗ്രേസിൻ്റെ സമയം ആവണുള്ളൂ. അപ്പോൾ ഇവർ പോവാണ്. അവരുടെ സ്കൂൾ ബസ്സിൻ്റെ ടൈം ആവാറായിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർ പോണ നേരത്തെ ഉള്ളൊരു കലപില ബഹളം മേള ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട്. എല്ലാവരും കൂടി ഉള്ളൊരു ഇത് നല്ല രസമുണ്ട്. ഗ്രേസിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീവിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഗ്രേസിനാണ് സന്തോഷം. റബേക്കയുടെ കൂടെ കളിക്കാനും ഒരുമിച്ച് ഉറങ്ങുക, പാവേനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക, അവർ അമ്മയും കുഞ്ഞും ആ ചേച്ചി എന്നിട്ട് ടീച്ചർ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ. സ്റ്റീവ് അവരുടെ കൂടെ കളിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. ഓടിക്കളിക്കും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ അവരെല്ലാവരും പോയി. ഗ്രേസിനൊക്കെ പറഞ്ഞയച്ച് സ്റ്റീവനൊക്കെ കൊണ്ടാക്കി. അപ്പം അമ്മേനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മേനതേ ബാത്റൂമിൽ കൊണ്ടിരുത്തിയേക്കാണ് കേട്ടോ. അപ്പം അമ്മേനെ അവിടെ ഇരുത്തിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാണ്. പിന്നെ വീടിൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ ഇവർ ഇന്ന് ഉച്ചയ്ക്ക് എത്തില്ല, അവരുടെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്കത്തേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇപ്പോൾ വെക്കണില്ല, വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ എനിക്ക് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കഴുകാനൊക്കെ ഉണ്ട് തുണികൾ, പിന്നെ അമ്മയുടേതായ കാര്യങ്ങൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്യണം. കുളിപ്പിച്ച് കഴിയുമ്പോൾ ഇനി അങ്ങനെ വീടൊന്ന് മൊത്തത്തിലൊന്ന് അടിച്ച് തുടച്ചിടാം എന്നൊക്കെ വിചാരിച്ചേക്കണ ദിവസമാണ് കേട്ടോ. അപ്പം അങ്ങനെ അമ്മയുടെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. അമ്മ ഇനി ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ. ഇന്ന് അമ്മേനെ പുറത്തേക്ക് കൊണ്ടുപോകണില്ല, അല്ലെങ്കിൽ കുളി കഴിയുമ്പോൾ അമ്മേനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കൊണ്ടിരുത്താറുണ്ട്. അത് അമ്മയുടെ ഒരു ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. എപ്പോഴും അമ്മ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അമ്മയ്ക്ക് ചിലപ്പോൾ ബോഡി പെയിൻ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ നമ്മൾ നിർബന്ധിക്കില്ല. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പറയാറുണ്ട് അമ്മേനൊക്കെ ഒന്ന് പുറത്തിറക്കിക്കോടെ, കുറച്ച് നേരം അമ്മയ്ക്ക് പുറത്ത് നിന്ന് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കില്ല എന്നൊക്കെ. ശരിയാണ്. പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞാലും അമ്മയ്ക്കൊരു മാനസികമായി ഇരിക്കണം, അല്ലെങ്കിൽ ശാരീരികമായി അമ്മയ്ക്ക് വയ്യാന്നൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ അങ്ങനെ കൊണ്ടിരുത്താറില്ല. ഇന്ന് അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കാൻ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചില്ല. അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് ഇരുത്തി അമ്മ ഇങ്ങനെ പുറത്ത് നോക്കിയൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ എപ്പോഴും നമ്മൾ റൂമിൽ ഇരിക്കണോണ്ടായിരിക്കും അമ്മയ്ക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. പിന്നെ എപ്പോഴും നമുക്ക് അമ്മേനെ ഇങ്ങനെ വീൽ ചെയറിലേക്ക് കയറ്റി ഇരുത്താനും പറ്റില്ല. അമ്മയുടെ കാല് അത്രയും നമുക്ക് അനക്കാൻ പറ്റാത്ത കാരണം അങ്ങനെ അതും പറ്റില്ല. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞേക്കുന്നതാണ്. അപ്പം ഇനി ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു. ഞാൻ കുറേയധികം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യണത്. ഞാൻ ഡെയിലി ഇടാമെന്ന് വിചാരിക്കും, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉള്ള എന്താ പറയുക ഇതുകൊണ്ട് പറ്റില്ല. എന്നാലും നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു കേട്ടോ. നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും കേട്ടോ.
അപ്പോൾ അമ്മയുടെ റൂമൊന്ന് അടിച്ച് തുടച്ചിട്ട് ബാക്കി ഹോളിലത്തെ പരിപാടികൾ ചെയ്യണേക്കാൾ മുമ്പ് ഞാൻ വൈകുന്നേരത്തേക്ക് മാങ്ങക്കറി വയ്ക്കാം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കറിയും വെക്കണം. അപ്പം മാങ്ങക്കറി എന്തായാലും വെക്കണം. അപ്പോൾ അതിനുള്ള മാങ്ങേനൊന്ന് റെഡിയാക്കിൻ്റെ മസാല പുരട്ടിയിട്ട് ബാക്കി എന്താ അകത്ത് തുടയ്ക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ ഞാൻ മാങ്ങ രണ്ട് മാങ്ങ എടുത്ത് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ വിളിച്ച് അവർ മീൻ മേടിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഉള്ള മീൻകറി വെച്ചാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്താണ് ഇവിടെ വിളിച്ചത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ മാങ്ങക്കറികൾ മസാല പുരട്ടിയായിരുന്നേനെ. അപ്പോൾ ഇനി ഞാൻ മാങ്ങ ചെത്തി വെക്കണേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് മീൻ വന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇനി വേഗം വീട് ക്ലീൻ ചെയ്യാം. Deep in the hiding, liking for you is all I need. Until my heart gives in. അപ്പോൾ ഇന്നലെ മുറിക്കാത്ത ചക്കയാണ് നമുക്ക് ഇന്ന് മുറിക്കാം. അപ്പോൾ ചക്ക എടുത്ത് പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ സൈഡിലൊരു ചെറിയൊരു കേട് പോലെ, കേട് മീൻസ് ഒരു ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ചാൻസ് കാണുന്നു. ഞാൻ വിചാരിച്ചു അയ്യോ സൈഡ് മൊത്തം ചീത്തയായി പോയിട്ടുണ്ടാവുമോ, ഞാൻ ലേറ്റായി പോവുകയും ചെയ്തു. പക്ഷേ നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അതിൻ്റെ ആ പുറം ഭാഗത്തൊരു ചെറിയ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചക്കയമ്മയ്ക്ക് അത് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞു ചക്കയാണ്, എല്ലാവർക്കും എന്താ പറയുക മൂക്കിൽ മണപ്പിക്കാനുള്ളൂ എന്ന് പറയില്ലേ, ആ ഒരു ഇതുള്ളൂ. പക്ഷെ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ, അടിപൊളി ചക്കയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ ഞാൻ 2-3 കഷ്ണം ഞാൻ കഴിച്ചു. ബാക്കി ഞാൻ പാത്രത്തിലേക്ക് അങ്ങനെ ഇട്ട് വയ്ക്കുകയാണ്. എല്ലാവർക്കും ഓരോന്നും ഒക്കെ വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി വേഗം ബാക്കി പണികളൊക്കെ, ചോറൊക്കെ വെക്കണം. വൈകുന്നേരത്തേക്കുള്ള ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ ജിമ്മിൽ പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും വരും, ചായ വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചക്ക കിട്ടിയൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്രാവശ്യം അതായത് ഈ വർഷം പിറന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടിലും ചക്ക ഇങ്ങനത്തെ ചെറിയ വരിക്കൊക്കെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ സ്റ്റീവിനെ കൊണ്ടുവരാൻ വേണ്ടി പോയി, ഇതേ വന്നു. അപ്പോൾ എല്ലാവരും ഇത് എത്തിയിട്ടുണ്ട്, ജെയ്സൺ റബേക്കയും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ കാപ്പി വയ്ക്കാണ് കേട്ടോ, കാപ്പിയും ചായയുമൊക്കെ ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതേ ചായയൊക്കെ വെച്ചു, മീൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മീനെ ഒന്ന് ക്ലീൻ ചെയ്ത് മീനാണ്, എന്നാലും അതിനൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ റിയൽ വോയിസ് എനിക്ക് ഇവിടേക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല, എന്തോ ഒരു സംതിങ് എറർ വന്നു. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണേ. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. ബൈ ബൈ.